അമൃത്സറിലേക്കാണ് പോകുന്നത്. വിനീത വിജയുണ്ട് തത്സമയ വിവരങ്ങളുമായി. വിനീത, അമൃത്സറിൽ ഇന്ന് പുലർച്ചെയും സൈറൺ മുഴങ്ങി എന്നായിരുന്നു വാർത്ത വന്നത്. അവിടെ ഒരു ജാഗ്രത കുറച്ചുകൂടി കടുപ്പിച്ച നിലയിലുണ്ട് എന്നതാണോ? ജനങ്ങളോട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം അത് ഇപ്പോഴുമുണ്ടോ? അനുജത്തിൽ ഏറ്റവും പുതിയൊരു വിവരം നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്, ഇപ്പോൾ ജില്ലാ കളക്ടറിന്റെ ഒരു നിർദ്ദേശം കൂടി എത്തിയിട്ടുണ്ട്. ഒരല്പസമയത്തിനകം തന്നെ ഒരു ചെറിയ ഒരു സൈറൻ കൂടി മുഴങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് അതിന് പിന്നാലെ നമുക്ക് നമ്മളുടെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് കൂടി അറിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്ന റെഡ് അലേർട്ട് മാറുകയും ഒപ്പം തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുന്നതിനുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആശങ്കയായിരുന്നു, കാരണം രാവിലെ ഒരു 5 മണിയോടുകൂടി ഒരു വലിയ സൈറൻ മുഴങ്ങുന്നു, ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം വരുന്നു. അതിന് പിന്നാലെ തന്നെ അവർ പറഞ്ഞിരുന്നത് നിങ്ങൾ വീടുകളിൽ തന്നെ തുടരണം, ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളത് തന്നെയായിരുന്നു അതിന് നിർദ്ദേശമുണ്ടായിരുന്നത്. ബാൽക്കണിയിലേക്കോ അല്ലെങ്കിൽ ജനൽ സമീപത്തോ പോലും വരരുതെന്നൊക്കെ ഒരു നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. കാരണം ഇന്നലത്തെ ഒരു സാഹചര്യം നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ ഇന്നലെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് എത്തുകയും പിന്നീട് പല മേഖലകളിലും ഞാൻ നിൽക്കുന്ന അമൃത്സറിലേക്ക് അടക്കം ഡ്രോണുകൾ കണ്ട സാഹചര്യമുണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയൊക്കെയാണ് അമൃത്സറിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ സൈറനുകൾ മുഴങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ വൈദ്യുതിയൊക്കെ തന്നെ പൂർണ്ണമായും എല്ലാ മേഖലകളിലേക്കും ലഭിച്ചു തുടങ്ങിയത്. കാരണം ഇന്നലെ സമ്പൂർണ്ണമായിട്ടുള്ള ബ്ലാക്ക് ഔട്ട് ആയിരുന്നു, അത് പുലർച്ചെ വരെ തുടരുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ പിന്നാലെ ജില്ലാ കളക്ടറിന്റെ നിർദ്ദേശം വരുന്നു, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അമൃത്സർ ഇപ്പോഴും റെഡ് അലേർട്ടിലാണെന്നൊരു നിർദ്ദേശമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ നിർദ്ദേശം മാറിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഒരു വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ജനങ്ങൾ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ തുടർന്നിരുന്ന പ്രവർത്തനങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാം എന്നൊരു നിർദ്ദേശം കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. നമുക്കിപ്പോൾ എനിക്ക് പിന്നിലൊക്കെ കാണുന്ന ഈ മേഖലകളൊക്കെ വലിയ സജീവമായിട്ടുള്ള റോഡാണ്. ഇതിനോടകം തന്നെ നിരവധി ആളുകളൊക്കെ ഈ മേഖലകളിലൊക്കെ ഇങ്ങനെ എത്തേണ്ട പ്രദേശമാണ്. പക്ഷേ രാവിലെ ഒരു പക്ഷേ ഈ ഒരു ആശങ്കയുള്ളത് കൊണ്ടാകാം അങ്ങനെ അധികം ആളുകളൊന്നും തന്നെ ഈ മേഖലകളിലേക്ക് എത്തുന്നില്ല. ഏതാണെങ്കിലും ഇപ്പോൾ ഈ ഒരു അറിയിപ്പ് കൂടി ലഭ്യമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇനി ജനജീവിതം പൂർണ്ണമായും ഒരു സാധാരണ നിലയിലേക്ക് പോകുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ അമൃത്സറിലുള്ളത്. ശരി, അമൃത്സറിൽ ജനങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, വീട്ടിനുള്ളിൽ തന്നെ തുടരണമെന്നൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പിൻവലിച്ചിരിക്കുന്നു. അമൃത്സറും സാധാരണ നിലയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ പകലിൽ പക്ഷേ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഒരു ജാഗ്രതയുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതും ആശ്വാസകരമാണ്.